ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുന്നത്? ജാൻമണിയാണോ എവിക്റ്റ് ആയിരിക്കുന്നത്? ശരണ്യയോ ഉണ്ടോ? എന്തായാലും ഡബിൾ എവിക്ഷൻ ആണ് ബിഗ് ബോസ് വീടിനകത്ത് നടന്നിരിക്കുന്നത്. ആരൊക്കെയാണ്? പ്രൊമോ വന്നിട്ടുണ്ട്, എവിക്ഷന്റെ പ്രൊമോ ഉണ്ട്, സിബിനെ ലാലേട്ടൻ പൊരിക്കുന്ന പ്രൊമോയും ഉണ്ട്, മിഡിൽ ഫിംഗർ പൊക്കിയതിന്റെ കേസിൽ. എന്താണ് അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം പോകാൻ തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തവർ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ എവിക്ഷൻ പ്രൊമോ വന്നിരിക്കുകയാണ്. ഡബിൾ എവിക്ഷൻ ആണെന്നുള്ള കാര്യം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ പുറത്തു പോകും. നമ്മൾ രാവിലെ പറഞ്ഞില്ലേ, ഡബിൾ എവിക്ഷൻ ആണ് നടക്കാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഡബിൾ എവിക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. എന്നിട്ട് എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് നടുക്ക്. അതിനകത്ത് നിന്ന് പച്ച ലൈറ്റും വരും, ചുമന്ന ലൈറ്റും വരും. ആരുടെയൊക്കെ നേരെയാണോ പച്ച വരുന്നത് അവർ സേവ് ആവും, ചുവപ്പ് വരുന്നവരൊക്കെ എവിക്റ്റ് ആവും എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ എന്നിട്ട് എല്ലാവരുടെയും ഫേസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓരോ റൗണ്ടിലും മൂന്നാല് പേര് വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ. അപ്പോൾ നമ്മൾ രാവിലെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ജാൻമണി ആയിരിക്കും എവിക്റ്റ് ആവാൻ പോകുന്നത്, ജാൻമണിക്കാണ് വോട്ട് കുറവെന്നാണ് അറിയുന്നതെന്നൊക്കെ. അപ്പോൾ ജാൻമണിക്ക് തന്നെയാണ് വോട്ട് കുറവെന്നാണ് അറിയുന്നത്. പക്ഷേ ഇതുവരെയും ഞാൻ അറിഞ്ഞിട്ടില്ല ജാൻമണി എവിക്റ്റ് ആയെന്ന്. അല്ലെങ്കിൽ എന്തായാലും എവിക്റ്റ് ആയത് കഴിഞ്ഞിട്ടുണ്ടാവും, കാരണം സാറ്റർഡേ എപ്പിസോഡിലാണ് എവിക്റ്റ് ആവുന്നതെങ്കിൽ അത് ഉച്ചയ്ക്ക് തന്നെ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇതുവരെയും അറിഞ്ഞില്ല. അറിയാലോ, എന്നും ഈ സമയമൊക്കെ ആകുമ്പോഴാണ് അറിയുന്ന ആരാണ് എവിക്റ്റ് ആവുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ജാൻമണി തന്നെയായിരിക്കും പ്രതീക്ഷിച്ചിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ശരണ്യയോ ശ്രീരേഖ, ഇവർ 3 പേരിൽ, ജാൻമണി, ശരണ്യ, ശ്രീരേഖ, ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. വേറെ മാറ്റം വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ജാൻമണി ആണോ എന്നുള്ള കാര്യം, കട്ടായമായിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷേ ജാൻമണി തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത എവിക്റ്റ് ആവാനെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഈ ടാസ്ക് വഴി ഒരുപക്ഷെ ഒരാൾ പുറത്തു പോകും. എന്നിട്ട് നാളെ വീണ്ടും, അല്ലെങ്കിൽ വീണ്ടും ഞായറാഴ്ചത്തെ ഷെഡ്യൂളിൽ ആ ഒരു ഷൂട്ടിങ്ങിൽ വീണ്ടും ഒരു ടാസ്ക് വെച്ച് ഒരാൾ പുറത്തു. എന്തായാലും ഡബിൾ എവിക്ഷൻ തന്നെയാണ്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ലാലേട്ടൻ പറഞ്ഞു. അപ്പോൾ ജാൻമണി എന്തായാലും എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉടനെ തന്നെ അറിയും. എന്തായാലും ഇപ്പം സൺഡേയിലെ ഷൂട്ടിംഗ് ഒരു പക്ഷേ തീരാറായിട്ടേ ഉണ്ടാവുള്ളൂ. അത് തീർന്നു കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ അതാണ് എവിക്ഷൻ്റെ സംഭവം. ഡബിൾ എവിക്ഷൻ ആണ്, ജാൻമണി തന്നെ ആയിരിക്കും, ഏതാണ്ട് നമുക്കങ്ങനെ ഉറപ്പിക്കാം. ഇനി അടുത്ത് ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. ലാലേട്ടൻ സിബിനെ എടുത്തിട്ട് കുടയുന്ന പ്രൊമോയാണ്. ചില ആംഗ്യങ്ങൾ വീട്ടിലെ പലർക്കും അസ്വസ്ഥത ഉണ്ടായെന്ന് അറിഞ്ഞു. സിബിനെ എന്താണ് ഉദ്ദേശിച്ചത് എന്നല്ല സിബിൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ആരോടുമായിട്ട് കാണിച്ചതല്ലേ, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളിങ്ങനെ കാണിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അത് ലാലേട്ടൻ, ഞാൻ സോറി, ആരോടുമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല, എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോയി സോറി പറഞ്ഞത് എന്ന് ലാലേട്ടൻ സിബിനോട് ചോദിക്കുകയാണ്. ഇവിടെ ഈ വീട്ടിലുള്ളവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് സിബിനാണോ, അല്ലെങ്കിൽ സിബിൻ എന്ത് ക്വാളിറ്റിയാണുള്ളത് എന്ന് ലാലേട്ടൻ, സിബിൻ ഏത് ക്വാളിറ്റി ഗണത്തിൽ വരുമെന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ സിബിൻ പറഞ്ഞു, എൻ്റെ ക്വാളിറ്റി പറയേണ്ടത് ഞാനല്ല ലാലേട്ട, എന്നാൽ പിന്നെ ഞാൻ പറയട്ടെ. അത് പിന്നെ ലാലേട്ട ഞാൻ പറയട്ടെ എന്നിങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്തായാലും സിബിനെ ഇന്ന് തേച്ചൊട്ടിച്ച് വാർത്തുന്നുണ്ട്. കൊള്ളാം, പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. എവിക്ഷൻ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ വരാം. 2 പേരുടെ എവിക്ഷൻ അപ്ഡേറ്റ് ഉടനെ കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ആ അപ്ഡേറ്റ് കിട്ടിയാൽ ഉടനെ നിങ്ങൾ അറിയിക്കാം. ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല ആരാണ് എവിക്റ്റ് ആയെന്നുള്ളത്. അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വന്ന് പറയുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആയിരുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.